രാധയിൽ കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാൻ പോകുന്ന രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരു കടുവ പിടിച്ച് കൊന്നു തിന്നുകളഞ്ഞു. അല്ലേ? വാർത്ത നിങ്ങൾ വായിച്ച് കേട്ടിട്ടില്ലേ? അതിന്റെ പേരിൽ അവിടെ കലാപമായിരുന്നു, ഭയങ്കര ഹർത്താലും കുഴപ്പവും നടന്നു. പക്ഷേ ആ കടുവക്ക് ഇത് രാധയാണെന്നും മനുഷ്യ സ്ത്രീയാണെന്നും റേഷൻ കാർഡിൽ പേരുണ്ടെന്നും വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്നും ഇവര് അമ്പലത്തിൽ പോയി തൊഴുന്നവളാണെന്നും ഒന്നും ശ്രീകൃഷ്ണന്റെ കാമുകിയായ രാധയുടെ പേരാണ് ഇവർക്കുള്ളതൊന്നും ഒന്നും കടുവക്കറിയില്ല. കടുവയെ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് ഗോതമ്പും റവയും അരിയും സാമ്പാറും പുളിശ്ശേരിയും കഴിച്ചിട്ട് ജീവിക്കാൻ അതിന് കഴിയില്ല. അതിന് പച്ചക്കറിയും പഴങ്ങളും ഒന്നും ജീവിക്കാൻ പറ്റില്ല. അതിന്റെ ശരീരഘടന മാംസവും രക്തവും മാത്രമേ ദഹിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അതിന് കൂർത്ത നഖങ്ങളും കൂർത്ത പല്ലുകളും കൊടുത്തത്. അതിന് കാട്ടിനകത്തുള്ള മുയലിനെയും മാനിനെയും മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. നാട്ടിലിറങ്ങരുതെന്നറിയാമോ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റിന്റെ അതിര് കാക്കാൻ വേണ്ടിയിട്ട് ജണ്ട കെട്ടും. ജണ്ട എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കെട്ടിയത്. അതുകൊണ്ടാണ് കൊടിക്ക് ജണ്ട എന്ന് ഹിന്ദിയിൽ പാട്ടില്ലേ? ജണ്ട ഊഞ്ച ദേഹമാര. ജണ്ട എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കെട്ടിയത്. ഫോറസ്റ്റിന്റെ അതിർത്തികളിൽ ഉയർത്തി കല്ലുകൊണ്ട് കെട്ടിയതാണ് ജണ്ട. ഇത് ഫോറസ്റ്റിന്റെ അതിർത്തിയാണ്. ഇത് നാട്ടിലപ്പുറത്ത് പട്ടയമുള്ള ഭൂമിയാണ്. ആ ഭൂമിയിലുള്ള മനുഷ്യരുടെ പശുവിനെയും ആടിനെയും പിടിക്കരുത് എന്ന് കടുവക്കറിയില്ല. അതിന് കാടേതാ നാടേതാന്നറിയില്ല. നാട്ടിൽ ആടുണ്ട്, പശുവുണ്ട്. അത് അന്വേഷിച്ച് പോകുന്ന കൂട്ടത്തിൽ രാധയെ കണ്ടു. രാധയെ കണ്ടപ്പോ ഇത് മനുഷ്യ സ്ത്രീയാണെന്ന് അതിനറിയില്ല. അത് പിടിച്ചു തിന്നോ, കൊന്നാ പാപം, തിന്നാ തീരും. അത് പിടിച്ചു തിന്നോ, അതിന്റെ പേരിൽ വലിയ ബഹളായി. എന്നാ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് കഴിഞ്ഞ വർഷം ഈ ഭൂമിയിൽ 1,19,000 കൊലപാതകങ്ങൾ നടന്നു. അറിയോ? 1,19,000 കൊലപാതകങ്ങൾ. ഈ കൊലപാതകങ്ങൾ നടത്തിയതൊന്നും തന്നെ കടുവയോ പുലിയോ കരടിയോ ആനയോ അല്ല. സ്കൂളിൽ പോയി അക്ഷരം പഠിച്ച, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, കരുണാകര എന്ന് ദൈവത്തെ വിളിക്കുന്ന കരുണാകരനാണ് ദൈവം. ദൈവങ്ങളുടെ പര്യായങ്ങളിൽ ഏറ്റവും നല്ല പര്യായം കരുണാകര എന്നാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പീഡ എറുമ്പിനും വരാതെ വണ്ണം എന്റെ മനസ്സിനെ കാത്തുരക്ഷിക്കൂ കരുണാകര എന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. കരുണയാണ് മനുഷ്യന്റെ പ്രത്യേകത. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. ഈ മനുഷ്യരാണ് 1,19,000 കൊലപാതകം നടത്തിയത്. എന്താണ് ഇതിന് കാരണം? മനുഷ്യന്റെ വികാസം വളരും തോറും